മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും വിദേശ യാത്രയെ സംബന്ധിച്ചാണ് അദ്ദേഹം അനൗദ്യോഗികമായി വിദേശ രാജ്യങ്ങളിൽ UAE, സിംഗപ്പൂർ അടക്കം ഉള്ള രാജ്യങ്ങളിലേക്കൊരു യാത്ര പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി കൂടി മാറ്റുകയാണ് സംസ്ഥാനത്ത് പ്രതിപക്ഷം. അദ്ദേഹത്തിൻ്റെ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് ചോദിക്കുന്നു. സമാനമായ വിമർശനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നിഷാദ്, മുഖ്യമന്ത്രിയാണ്, പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് മകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, കൊച്ചുമക്കളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു, പാർട്ടി അറിയിക്കുന്നു. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് എവിടെയിരുന്നും ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, തടസ്സമില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഒരു യാത്ര പോയത് വലിയ പ്രശ്നമാണോ? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ നിമിഷങ്ങൾ എന്താ പറയുക സ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് അത് എവിടെ വേണമെങ്കിലും പോയി ചെയ്യാം. നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യവും നമ്മൾ ഓരോരുത്തരെയും പോലെയും റൈറ്റുള്ള ആളാണ് മുഖ്യമന്ത്രി. എന്നാലും അതിൽ ഒരു തർക്കവും വിമർശനത്തിൻ്റെയും സാധ്യത അതിനകത്തില്ല. പക്ഷേ വിമർശനവും ചോദ്യങ്ങളും ഉയർന്നു വരുന്നത് ഒന്നാമത്തെ കാര്യമുണ്ട്. ഇന്ത്യയിലൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ത്യയിലെ CPMൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, PB അംഗമായ പിണറായി വിജയൻ, അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന ഗണത്തിൽ പെടുത്താവുന്ന ഒരാൾ. അദ്ദേഹത്തെ അങ്ങനെ പെടുത്തിയിട്ടുണ്ടോ, അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്തുന്നുണ്ടോ, ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ പ്ലാൻ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു സമയത്ത് പിണറായി വിജയൻ എന്തിനാണ് വിദേശയാത്രയുടെ സമയം ചൂസ് ചെയ്തെന്നുള്ള ചോദ്യം വേണമെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ എവിടെയും ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇനിയിപ്പം CPMന് അങ്ങനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകമായ റോളുള്ള സ്ഥലങ്ങളിലൊന്നും ഇനി പോകേണ്ടതില്ല. സ്റ്റാർ ക്യാമ്പയിനർ പട്ടികയില്ല എങ്കിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിന് പോകാം. രണ്ടാമത്തേത്, ഈ പണത്തിൻ്റെ സ്രോതസ് ഒരു ക്വസ്റ്റ്യനാണ്. കാരണം അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പണ്ട് EP ജയരാജൻ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പിന്നെയും പരിപ്പോടെയും ചായയും കഴിച്ച് എക്കാലവും ജീവിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വിദേശയാത്ര പോകരുതെന്നുള്ളവരാ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നതുണ്ട്. അപ്പോൾ ഇദ്ദേഹം പോയത് വേറെ ആരെങ്കിലും ഏതെങ്കിലും കളങ്കിത വ്യക്തികളുടെ സ്പോൺസർഷിപ്പ് അതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനം വലിയ പ്രയാസത്തെ അനുഭവിക്കുന്ന കാലമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മനുഷ്യർ ബുദ്ധിമുട്ടുന്ന കാലമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, സർക്കാരിൻ്റെ ഫണ്ട് ഫ്ലോ കുഴപ്പമായതുകൊണ്ട് മനുഷ്യരാകെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് അതായത് ഒരു ധാർമ്മിക കാര്യം പറയും, നിയമപരമായിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല, അതിന് ടെക്നിക്കലി ഒന്നുമല്ല. പക്ഷേ ധാർമ്മികമായി കൂടി മുഖ്യമന്ത്രി അത്രയും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ പൈസ എവിടെ നിന്നാണ്, മക്കളാണ് അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യുന്നത്, ഓക്കെ മകനെ കാണാൻ വേണ്ടി ദുബായി പോകുമ്പോൾ മകൻ്റെ അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം, അതൊക്കെ ഉണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിക്കൊക്കെ വിശദീകരിക്കാവുന്ന സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഗുരുതരമായ സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കേസുകാരെന്ന് ഇപ്പോൾ പറഞ്ഞു, പശു ആലയിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ പിണറായി വിജയൻ ഇറങ്ങി അങ്ങ് പോവുകയാണ്, ഒന്നും നോക്കുന്നില്ല, ആർക്കും ചുമതല കൊടുക്കുന്നില്ല എന്ന്. ഇതിന് മുമ്പ് അദ്ദേഹം പോയപ്പോഴും ചുമതലയൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതുകൊണ്ട് കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ പല വകുപ്പുകളും, എനിക്ക് പോലീസ് പോലുള്ള വകുപ്പുകളാണെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധ ആവശ്യമുള്ള വകുപ്പല്ല, അത് അവർ തന്നെയാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മൂല്യബോധം, ധാർമ്മിക പരിസരം പോലെയുള്ള സംഗതിയും ഈ നിർണായകമായ തെരഞ്ഞെടുപ്പും, ഇത് രണ്ടും ആണ് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു കാര്യം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. യാത്രയ്ക്ക് ഇപ്പോൾ പോയ ഒരു സമയം അനുചിതമായെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമാണ് അതിന് അനൗചിത്യം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോയത്? ഇന്തോനേഷ്യ, സിംഗപ്പൂർ യാത്രയ്ക്കൊന്നും അങ്ങനെ വലിയ ചിലവ് വരില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശമ്പളം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുടുംബസമേതം ഈ സിംഗപ്പൂരും UAE ഒക്കെ പോയിട്ട് വരാവുന്ന അത്ര സാലറി ഉണ്ട് അദ്ദേഹത്തിന് അതിന് സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിലെ ഒരു പ്രശ്നം, രാജ്യം ഒരു വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ LDFന്റെ പ്രധാന പ്രചാരകൻ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് എല്ലായിടത്തും പ്രസംഗിച്ചത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ LDFനെ വിജയിപ്പിക്കുക എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. അവിടെ തീരുന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദൗത്യം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇപ്പോൾ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് പോകേണ്ടതില്ല, കാരണം തമിഴ്നാട്ടിൽ ഓൾറെഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പിണറായി വിജയൻ. ഇവിടുത്തെ കോൺഗ്രസുമായിട്ടുള്ള വഴക്കും കണക്ക് മാറ്റിവെച്ചാൽ രാജ്യം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ CPMൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രചാരണത്തിന് പോകേണ്ടതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ടതില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈൻ, കുഴപ്പമില്ല, യെച്ചൂരി പോയാൽ മതി, പിണറായി അല്ല പോകേണ്ടത് എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈൻ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ
അങ്ങനെ പോകുന്നതിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പലരും ടൂർ പോയിട്ടുണ്ടാവും, ഒരു വിശ്രമ ലക്ഷ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടാവും. പ്രവർത്തകർ ഈ ഇത്രയും പണിയെടുത്ത് തളർന്ന പ്രവർത്തകർക്ക് ലക്ഷ്യത്തിന് വേണ്ടി പലയിടത്തും പോയിട്ടുണ്ടാവും. അതുപോലെയല്ല മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ പോകുമ്പോൾ അതിലൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഇനി അതിൽ വിശദീകരിക്കേണ്ടത് CPM ആണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് വേണ്ട ചുമതല ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പ്രചാരണം നടത്തേണ്ടതില്ല. ഇനിയിപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രചാരണത്തിന് പോകാറുണ്ടോ എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഏറ്റവും അവസാനം അദ്ദേഹം പോയത് കർണാടക തെരഞ്ഞെടുപ്പിന് കോളാറിൽ പ്രസംഗിക്കാൻ പോയിരുന്നു. തമിഴ്നാട്ടിൽ ഇടയ്ക്കൊക്കെ അദ്ദേഹം പോയി പ്രസംഗിക്കാറുണ്ട്. അതിനപ്പുറം ഉത്തരേന്ത്യയിൽ പിണറായി വിജയൻ അങ്ങനെ എത്രമാത്രം അക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു നേതാവാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പോകേണ്ടതില്ലെങ്കിൽ അദ്ദേഹം ടൂർ പോകുന്നതിൽ ഒരു പ്രശ്നവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതിൻ്റെ സ്പോൺസർ ആരാണെന്നൊക്കെ ചോദിക്കുന്ന വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ ചോദ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ ചെന്നിത്തലയോ സതീശനോ അല്ലെങ്കിൽ പ്രതിപക്ഷ സുധാകരനോ ഒക്കെ ആണെങ്കിൽ ഇതൊരു വാർത്തയാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അല്ല, അതിപ്പോൾ സർക്കാരിനോടുള്ള ഒരു സമീപനവും പ്രതിപക്ഷത്തോടുള്ള സമീപനവും ഒരുപോലെ ആയിരിക്കണം എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. സർക്കാർ അഡ്മിനിസ്ട്രേഷനും പവർഫുള്ളാണ്. നമ്മളെ ഭരിക്കുന്നവരാണ് അവർ, നമ്മുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അവരോട് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവുമല്ലോ. ഇപ്പുറത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത്രയും ചോദ്യം CPM-നോട് അന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഭരണകൂടത്തെ ഓഡിറ്റ് ചെയ്യൽ, എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കൽ ഒരു കുറച്ചുകൂടെ എഡ്ജുള്ള സംഗതിയാണ്. അപ്പോൾ ഇതും തമ്മിൽ അങ്ങനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. സമീപന പ്രശ്നത്തെക്കുറിച്ചുള്ള വിമർശനമൊക്കെ വയ്ക്കാമെങ്കിലും ഇത് മുഖ്യമന്ത്രി പോകുന്നതിനെക്കുറിച്ച് ആളുകൾ ചോദ്യം ചോദിക്കാനുള്ള റൈറ്റും ആളുകൾക്കുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് പോകാനുള്ളതുപോലെ തന്നെ ഇതുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് യാത്ര പോകാനുള്ള പൈസ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ആ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇതാണ്, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഒരു സംഗതിയാണ്. അത് എത്രമാത്രം ആൾക്കാർ പുച്ഛിച്ചാലും അങ്ങനെ ഒരു സാധനമുണ്ട്. അത് അവർ അവകാശപ്പെടുന്നാണല്ലോ, വി ആർ കമ്മ്യൂണിസ്റ്റ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ്, ഞങ്ങൾക്ക് ആ കാര്യത്തിലുള്ള ധാർമ്മിക മൂല്യം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. ഒപ്പം മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്റ്റാർ ക്യാമ്പയിനർ, ഏക മുഖ്യമന്ത്രി, PB അംഗം എന്ന കമ്മ്യൂണിസ്റ്റുകൾ ടൂർ പോകാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനല്ല ഞാൻ പറഞ്ഞ അതല്ല. ഈ സംസ്ഥാനത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കിടെ ഈ മുഖ്യമന്ത്രി ഇത്രയും ചിലവാക്കി പോകുമ്പോൾ ഒരു സംഗതിയില്ല അതിനകത്ത്. എന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് നമുക്ക് പെൻഷൻ അതിർത്തിയിൽ ജവാന്മാർ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനല്ല, സർക്കാരിന് പോലും പൈസ ഇല്ലാത്തത്ര സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആകെ തന്നെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ജനങ്ങൾ ആ പ്രയാസം നേരിടുകയും ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഇത്രയും എക്സ്പെൻസീവായ കാര്യം ചെയ്യുമ്പോൾ പൈസ ഇടുന്ന ആളുകൾക്ക് ചോദിക്കാറായിട്ടില്ല നിങ്ങൾ പറഞ്ഞു. ചോദിച്ചാൽ പറഞ്ഞാൽ മതി പൈസ ഇന്ന പൈസയാണെന്ന്. അത് പറയണം, അക്കൗണ്ടബിൾ ആണെന്ന് എൻ്റെ പോയിന്റ് അതാണ്. സർക്കാർ ചെലവിലല്ല പോയതെന്ന് ധരിപ്പിക്കാനുള്ള അതാണ്, അക്കൗണ്ടബിൾ ആണ്. ആളുകൾ ചോദിക്കാൻ പാടില്ല. പിണറായി വിജയൻ ദുബായ് വരെ പോയി, അത് ചോദിക്കാൻ നിങ്ങളാരാ എന്ന ലൈൻ എടുക്കരുത്. പിണറായി വിജയനോട് ജനങ്ങൾ ചോദിച്ചാൽ ജനങ്ങളുടെ ആൻസറബിൾ ആണ് പിണറായി വിജയൻ. അതിനപ്പുറത്താണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് തോന്നാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. യെസ്, അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.